നമസ്കാരം, മീറ്റി മലയാളത്തിലേക്ക് സ്വാഗതം. തുടർച്ചയായ മൂന്നാം സെഷനിലും നിഫ്റ്റി 50 അതിന്റെ മുന്നേറ്റം തുടരുന്ന കാഴ്ചയാണ് കണ്ടത്. 22,780 വ്യാപാരം ആരംഭിച്ച നിഫ്റ്റി രാവിലത്തെ സെഷനിൽ 22,543 വരെ താഴ്ന്നുവെങ്കിലും പിന്നീട് ശക്തമായി തിരിച്ചു കയറി. ഒരു ഘട്ടത്തിൽ 22,998 വരെ ഉയർന്ന സൂചിക 255 പോയിന്റുകൾ നേട്ടത്തോടെ 22,968 ക്ലോസ് ചെയ്തത്. മാർച്ച് 25 ശേഷം ആദ്യമായി 9-ഡേ EMAയ്ക്ക് മുകളിലും അതുപോലെ 78.6% ഫിബൊനാച്ചി റീട്രേസ്മെന്റ് നിലവാരത്തിന് മുകളിലും സൂചിക ക്ലോസ് ചെയ്തു. വാരത്തിന്റെ തുടക്കത്തിൽ തന്നെ കരുത്തുറ്റ പ്രകടനം കാഴ്ചവെച്ച നിഫ്റ്റി മാർച്ച് 30 ബെയറിഷ് ക്യാപ്പ് നികത്തിയത് വിപണിയിൽ ശുഭസൂചനയാണ്. മൊമെന്റം ഇൻഡിക്കേറ്ററുകളിലും മെച്ചപ്പെട്ട പ്രകടനം പ്രകടമാണ്. എങ്കിലും ഈ കുതിപ്പ് എത്രത്തോളം നിലനിൽക്കുമെന്നത് നിർണായകമാണ്. ഇന്ത്യ വിക്സ് ഇപ്പോഴും 25 മുകളിൽ തുടരുന്നത് നിക്ഷേപകരിൽ ജാഗ്രതയുണ്ടാക്കുന്നുണ്ട്. അതിനാൽ ഇതൊരു താൽക്കാലിക ആശ്വാസ റാലി മാത്രമാണോ അതോ ശക്തമായ തിരിച്ചുവരവാണോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. വിപണിയുടെ അടുത്ത പ്രധാന ഹേർഡിൽ എന്ന് പറയുന്നത് 23,000 നിലവാരത്തിലാണ്. ഇതിന് മുകളിൽ തുടരാൻ കഴിഞ്ഞാൽ സൂചിക 23,400, 23,500 നിലവാരത്തിലേക്ക് എത്തിയേക്കാം. 22,700, 22,500 എന്നിവയാണ് നിലവിലെ പ്രധാന സപ്പോർട്ട് ലെവലുകൾ. ഡെയിലി ചാർട്ടിൽ നിഫ്റ്റി ഒരു ബുള്ളിഷ് ക്യാൻഡിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇത് താഴ്ന്ന നിലവാരങ്ങളിൽ ഓഹരികൾ വാങ്ങാൻ നിക്ഷേപകർ താൽപര്യം കാണിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. RSI 41.26 ഉയരുകയും MACD ഫെബ്രുവരി 23 ശേഷം ആദ്യമായി ഹിസ്റ്റോഗ്രാമിൽ ഗ്രീൻ ബാർ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ഫിൻവേഴ്സിലെ ടെക്നിക്കൽ ആൻഡ് ഡെറിവേറ്റീവ് റിസർച്ച് വിഭാഗം മേധാവി നിതേഷ് ജെയിൻ പറയുന്നതനുസരിച്ച് വിപണിയുടെ ഘടന ക്രമേണ പോസിറ്റീവായി മാറുകയാണ്. ഇത് സൂചികയെ 23,200 മുതൽ 23,400 നിലവാരത്തിലേക്ക് എത്തിച്ചേക്കാം. സപ്പോർട്ട് ലെവൽ 22,500 ഉയർന്നിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വീക്കിലി ഓപ്ഷൻ ഡാറ്റ പ്രകാരം നിഫ്റ്റി 22,500, 23,500 പരിധിയിൽ വ്യാപാരം നടത്താനാണ് സാധ്യത. ഏറ്റവും കൂടുതൽ കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് 23,500 സ്ട്രൈക്കിലും പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് 22,500 സ്ട്രൈക്കിലുമാണ് കാണപ്പെടുന്നത്. അതേസമയം ഇന്ത്യ വിക്സ് 0.21% ഇടിഞ്ഞ് 25.46 എത്തിയെങ്കിലും ഇപ്പോഴും ഉയർന്ന നിലവാരത്തിൽ തന്നെയാണ്. വിപണിയിൽ സ്ഥിരതയുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകണമെങ്കിൽ വോളറ്റിലിറ്റി ഇനിയും കുറയേണ്ടതുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലും തുടർച്ചയായ മൂന്നാം ദിവസവും നിക്ഷേപകർ താൽപര്യം പ്രകടിപ്പിച്ചു. മാർച്ച് 30 ബെയറിഷ് ക്യാപ്പ് നികത്തിയ സൂചിക 1060 പോയിന്റിന്റെ നേട്ടത്തോടെ 52,609 വ്യാപാരം അവസാനിപ്പിച്ചു. ഡെയിലി ചാർട്ടുകളിൽ ലോവർ ഷാഡോയോടുകൂടി ഒരു ഗ്രീൻ ക്യാൻഡിൽ രൂപപ്പെട്ടത് താഴ്ന്ന നിലവാരങ്ങളിൽ ഓഹരികൾ വാങ്ങാൻ നിക്ഷേപകർ തയ്യാറാകുന്നതിനെയും വിപണി മെച്ചപ്പെടുന്നതിനെയുമാണ് സൂചിപ്പിക്കുന്നത്. പ്രധാനമായും സൂചിക ഇപ്പോൾ 10-ഡേ EMAയ്ക്ക് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. RSI 40 മുകളിലേക്ക് ഉയരുകയും MACD പോസിറ്റീവ് സൂചനകൾ നൽകി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. വിപണിയിലെ കടുത്ത ഇടിവിന്റെ ഘട്ടം മാറി ഇപ്പോൾ ഏകദേശം സുസ്ഥിരമോ അല്ലെങ്കിൽ നേരിയ മുന്നേറ്റമോ ഉള്ള ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് ഈ സൂചകങ്ങൾ വ്യക്തമാക്കുന്നത്. SBI സെക്യൂരിറ്റീസിലെ ടെക്നിക്കൽ ആൻഡ് ഡെറിവേറ്റീവ് റിസർച്ച് വിഭാഗം മേധാവി സുദീപ് ഷാ പറയുന്നതനുസരിച്ച് 53,000, 53,100 നിലവാരത്തിലായിരിക്കും സൂചികയുടെ അടുത്ത റെസിസ്റ്റൻസ് ഉണ്ടാവുക. 53,100 മുകളിൽ സ്ഥിരത കൈവരിക്കാൻ കഴിഞ്ഞാൽ വിപണിയിലെ ഈ തിരിച്ചുവരവ് 53,600 വരെയും തുടർന്ന് 54,100 വരെയും നീണ്ടേക്കാം. ഇടിയുകയാണെങ്കിൽ 52,100, 52,000 നിലവാരത്തിൽ ശക്തമായ പിന്തുണ ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. നാളെ ഒരു എക്സ്പയറിയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഏപ്രിൽ മാസത്തെ പുതിയ F&O സീരീസിലേക്ക് വലിയ തോതിൽ പൊസിഷനുകൾ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും വിപണിയിൽ ഒരു മുൻകരുതൽ പ്രകടമാണ്. ബാങ്കിംഗ്, ഓട്ടോമൊബൈൽ, FMCG തുടങ്ങിയ പ്രധാന മേഖലകളിൽ വ്യാപാരികൾ പുതിയ ഷോർട്ട് പൊസിഷനുകൾ എടുത്തിട്ടുണ്ട്. ഇതിനു പുറമെ വിദേശ നിക്ഷേപകർ നിഫ്റ്റിയിൽ വിൽപ്പനാ സമ്മർദ്ദം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലെ പൊസിഷനുകൾ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ചെലവ് അഥവാ കോസ്റ്റ് ഓഫ് ക്യാരി വലിയ തോതിൽ കുറഞ്ഞത് വിപണിയിലെ ആത്മവിശ്വാസ കുറവിനെയും സെൽ ഓൺ റൈസ് എന്ന നിക്ഷേപകരുടെ തന്ത്രത്തെയുമാണ് വ്യക്തമാക്കുന്നത്. സമീപകാലത്തെ ഏറ്റവും വലിയ തകർച്ചയ്ക്ക് ശേഷമാണ് വിപണി ഇപ്പോൾ നിൽക്കുന്നത്. മാർച്ച് മാസത്തിൽ നിഫ്റ്റി 12% ഇടിഞ്ഞിട്ടുണ്ട്. കോവിഡ് കാലത്തിന് ശേഷം ഇത്രയും വലിയൊരു വീഴ്ച ഇതാദ്യമാണ്. ബാങ്ക് നിഫ്റ്റി ആകട്ടെ 18% താഴേക്ക് പോയിട്ടുണ്ട്. വൻകിട കമ്പനികൾ മാത്രമല്ല, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് കമ്പനികളുടെ ഓഹരികളും വലിയ തോതിൽ ഇടിഞ്ഞത് വിപണിയെ ആകെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. ബാങ്കിംഗ്, ഓട്ടോ, FMCG എന്നീ പ്രധാന മേഖലകളിൽ വലിയ തോതിലുള്ള ഷോർട്ട് പൊസിഷനുകൾ എടുത്തുകൊണ്ടാണ് വ്യാപാരികൾ പുതിയ സീരീസിലേക്ക് കടക്കുന്നത്. പൊതുമേഖലാ ബാങ്കായ SBIയുടെ വില 19.9% ഇടിഞ്ഞപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് 52.2% വർദ്ധിച്ചത് വ്യക്തമായ വിൽപ്പനാ സമ്മർദ്ദത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിനു പുറമെ HDFC ബാങ്ക്, ICICI ബാങ്ക്, കൊട്ടക് ബാങ്ക് തുടങ്ങിയ പ്രമുഖ ഓഹരികളിലും സാമ്പത്തിക സേവന മേഖലയിലെ HDFC ലൈഫ്, ശ്രീറാം ഫിനാൻസ് എന്നിവയിലും ഷോർട്ട് ബിൽഡപ്പ് ദൃശ്യമാണ്. ഓട്ടോ മേഖലയിൽ മാരുതിയും ബജാജ് ഓട്ടോയും, FMCGയിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, നെസ്ലെ തുടങ്ങിയ സുരക്ഷിത ഓഹരികളിലും ഇത്തരത്തിൽ ലക്ഷ്യമിടപ്പെട്ടിട്ടുണ്ട്.
നിഫ്റ്റിയിൽ വലിയ സ്വാധീനമുള്ള ഈ മേഖലകളിൽ ഷോർട്ട് പൊസിഷനുകൾ കുമിഞ്ഞുകൂടുന്നത് വിപണി ഉയരാൻ ശ്രമിക്കുമ്പോൾ തടസ്സമാകുമെങ്കിലും സാഹചര്യം അല്പം മെച്ചപ്പെട്ടാൽ തന്നെ ഈ പൊസിഷനുകൾ വേഗത്തിൽ ഒഴിവാക്കുന്നതിലൂടെ വിപണിയിൽ പെട്ടെന്നുള്ള ഒരു കുതിച്ചുചാട്ടത്തിന് ഇത് കാരണമായേക്കാം. അതേസമയം നിഫ്റ്റി ഫ്യൂച്ചറുകളിൽ തങ്ങളുടെ ഷോർട്ട് കരാറുകൾ ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ചുകൊണ്ട് വിദേശ നിക്ഷേപകർ വിപണിയിൽ കൂടുതൽ മുൻകരുതൽ എടുക്കുന്നതായും കാണാം. നിഫ്റ്റി ഫ്യൂച്ചറുകളിൽ തങ്ങളുടെ ഷോർട്ട് കരാറുകൾ 2,64,000 ഉയർത്തിയ ഇവർ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇത് ഇരട്ടിയിലധികമാണ് വർദ്ധിപ്പിച്ചത്. ഇതിനു പുറമെ വ്യക്തിഗത ഓഹരികളിലെ ലോങ് പൊസിഷനുകൾ കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. വിദേശ നിക്ഷേപകരുടെ ലോങ് ഷോർട്ട് അനുപാതം 21.28% നിന്നും 15.13% താഴ്ന്നത് വിപണിയിലെ കുതിപ്പിലുള്ള അവരുടെ വിശ്വാസക്കുറവാണ് വ്യക്തമാക്കുന്നതെന്ന് സുദീപ് ഷാ ചൂണ്ടിക്കാണിക്കുന്നു. തുടർച്ചയായ 21ാം ദിവസവും ക്യാഷ് മാർക്കറ്റിലെ വിൽപ്പന തുടരുന്ന ഇവർ ഇതിനോടകം 1,33,542 കോടി രൂപയുടെ ഓഹരികളാണ് വിറ്റൊഴിഞ്ഞത്. ആഭ്യന്തര നിക്ഷേപകർ ഇൻഡെക്സിൽ ചില ശുഭപ്രതീക്ഷകൾ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ഓഹരികളുടെ കാര്യത്തിൽ കടുത്ത ജാഗ്രത തുടരുകയാണ്. നിലവിലെ വിപണി സമ്മർദ്ദത്തിലാണെങ്കിലും വരും ദിവസങ്ങളിൽ ഒരു തിരിച്ചുവരവിനുള്ള അഥവാ ടാക്ടിക്കൽ ബൗൺസിനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. ചരിത്രപരമായി ഏപ്രിൽ മാസം നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും മികച്ച നേട്ടങ്ങളുടെ കാലമാണ്. കഴിഞ്ഞ 18 വർഷത്തെ കണക്കെടുത്താൽ 13 തവണയും ഏപ്രിൽ നിഫ്റ്റി പോസിറ്റീവായാണ് വ്യാപാരം അവസാനിപ്പിച്ചിട്ടുള്ളത്. വിപണിയിലെ സൂചകങ്ങൾ നിലവിൽ ഓവർസോൾഡ് ലക്ഷണങ്ങൾ കാണിക്കുന്നതിനാൽ വലിയൊരു ഇടിവ് പെട്ടെന്നുണ്ടാകാനുള്ള സാധ്യത കുറവാണെന്ന് സുദീപ് ഷാ വിലയിരുത്തുന്നു. നിഫ്റ്റിക്ക് 21,800 നിലവാരത്തിൽ ശക്തമായ സപ്പോർട്ടുണ്ട്. വിപണി മുന്നേറുകയാണെങ്കിൽ 22,900, 23,000 പോയിന്റുകളിൽ റെസിസ്റ്റൻസ് നേരിട്ടേക്കാം. എന്നാൽ 21,800 എന്ന നിലവാരം നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സൂചിക 21,700 വരെ താഴാനും സാധ്യതയുണ്ട്.